കാര്യവട്ടം ക്യാമ്പസിലെ KSU SFI സംഘർഷത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. SFIക്ക് ഇടിമുറിയുടെ ഭീകരതയെന്ന പ്രതിപക്ഷം. SFI ആയതുകൊണ്ട് മാത്രം 35 പേർ കൊല്ലപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. ഈ കേരളത്തില് ഏറ്റവും ഒടുവില് രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അക്രമികൾക്ക് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടാനുള്ള ആഹ്വാനമെന്ന പ്രതിപക്ഷ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ കൂടോത്ര അന്ധവിശ്വാസ പ്രയോഗമെന്ന ആരോപണം. കണ്ണൂരിലെ വീട്ടിൽ തകിടുകളും രൂപങ്ങളും കണ്ടെത്തി. അപായപ്പെടുത്താൻ കഴിയില്ലെന്ന K സുധാകരൻ. ഇത് സീരിയസ് ആണ്. തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ട് ആസ്പത്രി പോയപ്പോ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറിന്റെ ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊരു ഭാരവും ഉണ്ട്, തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക. കണ്ടെടുത്തത് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിൽ 1.5 വർഷം മുമ്പത്തെ ദൃശ്യങ്ങൾ പുറത്ത്. മന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹത തുടരുന്നു. മൃതദേഹം അനിൽ മാറ്റിയെന്ന സംശയം. യന്ത്രസഹായത്തോടെ തിരച്ചിൽ നടത്താൻ പോലീസ്. അനിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. നഗരത്തിന് പുറമെ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളിലും ദുരിതയാത്ര. കണ്ട ഭാവമില്ലാതെ അധികൃതർ. കേരള വിഷൻ ന്യൂസിന്റെ വാർത്താ പരമ്പര തുടരുന്നു. വാക്കുഴി അടയ്ക്കാം. തുറവൂർ അരൂർ മേഖലയിൽ സന്ദർശനം നടത്തി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി. സഭാ തർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണം മാത്രമാണ് വഴിയെന്ന് യാക്കോബായ സഭ. ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ സർക്കാർ തയ്യാറായാൽ ഒപ്പം നിൽക്കുമെന്നും പ്രതികരണം. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് ഓർത്തഡോക്സ് സഭ. ഉത്തർപ്രദേശ് ഹത്രാസ് ദുരന്തത്തിൽ 6 പേർ അറസ്റ്റിൽ. പിടിയിലായത് പരിപാടിയുടെ സംഘാടകരായ ബോലെ ഭാബയുടെ അനുയായികൾ. ദുരന്തത്തിൽ മരിച്ച 121 പേരെയും തിരിച്ചറിഞ്ഞു. T20 ലോക കിരീടവുമായി ഇന്ത്യൻ ടീം മുംബൈയിൽ. നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ റോഡ് ഷോ. ടീം അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി പ്രധാനമന്ത്രി.